ഇനി മൂന്നാമത്തെ സ്വരാക്ഷരത്തെ കുറിച്ച് പഠിക്കാം. മൂന്നാമത്തെ സ്വരാക്ഷരമാണ് ഇ എന്നത്. ഇ ഇങ്ങനെയാണ് എഴുതുക. ഒന്നുകൂടി നോക്കുക. ഇ ഇങ്ങനെയാണ് എഴുതുക. ഇവിടെയുള്ള കുനിപ്പ് ഇവിടെ വരെ മുട്ടണം. ഇയുടെ പ്രത്യേകത ഏതാണ്? ഇവിടെയുള്ള കുനിപ്പ് ഇവിടെ വരെ മുട്ടണം. ഇതാണ് ഇ. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു അക്ഷരമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കി എളുപ്പത്തിൽ 3 ആക്കി തിരിക്കാം. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ഇതാണ് ഇ. ഇനി എവിടെയൊക്കെയാണ് ഇ എന്ന അക്ഷരം നമ്മൾ ഉപയോഗിക്കുക? ജീവിതത്തിലെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ ഉപയോഗിക്കുന്നുണ്ട്. ഈ എഴുതാൻ അറിയില്ലെങ്കിലും നമ്മൾ ഈ വെച്ചിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്. മരം, അതിൽ മരത്തിൽ ഇലയുണ്ട്. അപ്പോൾ ഇല എന്നത് ഈ ആണ്, ഇല. പൂവിൽ ഇതൾ ഉണ്ട്. ഇതൾ എന്ന് പറയുന്നത് ഈ ആണ്, ഈ ദൾ. ഇരുട്ടായി, ഇരുട്ട് എന്ന് പറയുന്നത് ഈ ആണ്, ഇരുട്ട്. ഇവിടേക്ക് വരൂ, ഈ ആണ്, ഇവിടെ. മഴ പെയ്യുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടിമിന്നൽ എന്ന് പറയും. അവിടെ നമ്മൾ എന്തെന്നെ ഉപയോഗിക്കുന്നത്? ഇടിമിന്നൽ. ഇരുമ്പ്, ഇരിപ്പിടം. ഇത്രയും വാക്കുകൾ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഒരുപാട് സ്ഥലത്ത് ഈ ഉപയോഗിക്കുന്നുണ്ട്. ഇല എന്ന് നമുക്കറിയാം, ഇതൾ എന്ന് നമുക്കറിയാം. ഇല എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ആണ്, ഇതൾ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ആണ്, ഇരുട്ട് എന്ന് പറയുന്നതിൻ്റെ ഈ ആണ്, ഇവിടെ ഈ ആണ്, ഇടിമിന്നൽ ഈ ആണ്, ഈ. ഇനി എങ്ങനെയാണിത് 2 വരെ കോപ്പിയിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെയാണ് എഴുതുക. ഈ എന്ന അക്ഷരം 2 വരെ കോപ്പിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നാലാമത്തെ അക്ഷരമായ ഈ. അപ്പോൾ ആക്ക് നമ്മളൊരു ദീർഘം പഠിച്ച പോലെ ഈക്കും നമ്മൾ എന്ത് പഠിക്കണം? ഒരു ദീർഘം പഠിക്കണം. ഒരുപാട് വാക്കുകൾ മലയാളത്തിൽ ഈ വെച്ചിട്ട് വരുന്നുണ്ട്. ഈണം, നല്ല ഈണമാണ് പാട്ടിനെ. അപ്പോൾ ഈ എങ്ങനെ എഴുതുന്നു നോക്കാം. വളരെ ഈസി ആയിട്ട് എഴുതാവുന്ന തന്നെയാണിത്. കഴിഞ്ഞാൽ ഈ. അഞ്ചാമത്തെ സ്വരാക്ഷരമായിട്ടുള്ള ഉ എങ്ങനെ എഴുതാം എന്നതാണ് ഇനി പഠിക്കുന്നത്. ഉ എങ്ങനെ ഉച്ചരിക്കാം എന്നത് ശ്രദ്ധിക്കുക. ഉ എന്നതാണത്. ചുണ്ട് റൗണ്ട് ചെയ്ത് പറയണം ഉ. ഇനി എങ്ങനെയാണ് ഉ എന്ന അക്ഷരം എഴുതുക എന്ന് നോക്കുക. ഇത്രയുള്ളൂ ഉ. ഇതിവിടെ മുട്ടിയിരിക്കണം. എല്ലാ അക്ഷരങ്ങളും അങ്ങനെ മുട്ടിയിരിക്കുന്ന നിർബന്ധമാണ്. ഉ ഇവിടെ മുട്ടിയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതും നോക്കുക. ഉ. ഇത്രയും വലുതാക്കി എഴുതുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ ഉരുണ്ടിരിക്കണം. മലയാള അക്ഷരം ഉരുണ്ടിരിക്കുന്നതാണ് ഉ. ഇനി എങ്ങനെ എന്തൊക്കെ പദങ്ങളാണ് ഉ വെച്ച് തുടങ്ങുന്നതെന്ന് നോക്കാം. ഉ വെച്ച് തുടങ്ങുന്ന പദങ്ങൾ നമുക്കറിയാം. ഉരൽ, ഉരൽ, ഉലയ്ക്ക, ഉമ്മ, ഉപ്പ. ഇതൊക്കെ എന്താണ്? ഊ വെച്ച് തുടങ്ങുന്ന പദങ്ങളാണ്. ഉരൽ, ഊ, ഉലയ്ക്ക, ഉമ്മ, ഉപ്പ, ഊ. ഇത്തരം പദങ്ങളെല്ലാം ഊ വെച്ച് തുടങ്ങുന്നതാണ്. അടുത്ത അക്ഷരം എന്താണെന്ന് നോക്കാം. അടുത്ത അക്ഷരം
ഊ എന്നതാണ്. എല്ലാ അക്ഷരങ്ങളെ പോലെ തന്നെ ഊ എന്നതാണ് അടുത്ത അക്ഷരം. ഊ എന്നത് വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന അക്ഷരമാണ്. ഊഞ്ഞാൽ. നമുക്ക് ഊഞ്ഞാൽ ആടാം. അതിൽ ഊഞ്ഞാൽ എന്ന് പറയുന്നത് ഊ വെച്ചെഴുതുന്ന അക്ഷരമാണ്.